മ്യൂസിയങ്ങൾ ഒരുപക്ഷെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനൊക്കെ അതുവഴി ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്താനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറല്ലേ മ്യൂസിയം എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കലായിട്ട് ആൾക്കാർ മനുഷ്യൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം. അല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സവിശേഷത കാര്യം മാത്രം കാണിക്കുന്നതല്ല. പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലോ പള്ളിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതാത് രാജ്യത്തെ രാജാവിനെ അവരുടെ ഭരണാധികാരം നിലനിർത്തും. ഇന്ന് രാജാക്കന്മാരുണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ, ഒരു വലിയ ക്ഷേത്രം ഉണ്ടാക്കി അയാളുടെ അച്ഛൻ അതിനേക്കാളും മകൻ അതിനേക്കാളും വലിയ ക്ഷേത്രം ഉണ്ടാക്കി, അങ്ങനെ 1000 ക്ഷേത്രം ഒരുപോലെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അജന്ത എല്ലാവരും നോക്കിയാൽ മതി. 21 കേവുണ്ട്. 21 കേവിനകത്ത് ഒരേ ബുദ്ധനാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്ത തലമുറ അതേ സാധനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ തന്നെ നാണിക്കും. ആദ്യത്തെ 4 കഴിയുമ്പോൾ ഒരു കൗതുകം ഉണ്ടാക്കാത്തത്രയും ബുദ്ധനെ കാണേണ്ടി വരും. ഇയാളെ പറയുന്ന നിലവാരത്തിൽ എന്തോ ഇങ്ങനെ പിന്നെ വലിയ സംഭവമൊന്നുമല്ല, ആവർത്തിക്കുക മാത്രമാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. അത് 2000 കൊല്ലം മുമ്പ് ഗണപതി ഉണ്ടാക്കിയോ ആ ഗണപതി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ തന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആനയെ മേടിക്കാനായിട്ട് നമ്മൾ ഒരു ശില്പം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൈരളിയിൽ വിൽക്കുന്ന മുഴുവൻ ആനയെ ഒരുപോലെ തന്നെ ഇരിക്കും എന്നുള്ള കാര്യം അറിയാം. അച്ച് വാർത്ത പോലെ ഉണ്ടാക്കാനാണ് ആദ്യം പഠിക്കുന്നത്. അത് നമ്മൾ പിന്നീടാണ് ഈ അച്ച് വാർക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് പറയാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ ആർട്ട് അങ്ങനെയല്ല, ഓരോ ആളും വ്യത്യസ്തമായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് പറയുന്ന പുത്തൻ ഐഡിയോളജി വന്നതിന് ശേഷമാണ് ആർട്ടിസ്റ്റുകൾ മാറി വരയ്ക്കാൻ തുടങ്ങിയത്. മറ്റേത് ഒരാൾ ഒരേപോലെ വരയ്ക്കുന്നതായിരുന്നു അന്ന് ആർട്ട്. അത് ക്യാമറ വന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തതോടാണ് ആവർത്തിക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യമില്ലാന്ന് വന്നത്. അതുവരെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ ആർട്ട് സെക്ഷനിലാണ്. അപ്പോൾ ഈ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചുള്ളൊരു ചോദ്യമാണ് ഈ പിരമിഡുകളുടെ ഉത്ഭവം. അത് ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധ്യമാവാത്ത തരത്തിലുള്ള വലിയ മെട്രിക് ടണ്ണുള്ള കല്ലുകൾ അത് ഒരു പ്രത്യേക ആകൃതിയിൽ ഇത്ര അക്യുറേറ്റ് ജോമെട്രിക് ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് നമുക്ക് അക്കാലത്തെ ടെക്നോളജി വെച്ചിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന അക്കാലത്തെ ടെക്നോളജി നമുക്കറിയുന്ന ടെക്നോളജി വെച്ചുകൊണ്ട് അത് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇന്ന് ചെയ്യാൻ കഴിയാതിരിക്കത്തില്ല എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ തരത്തിലുള്ള അൺഎക്സ്പ്ലെയിനബിൾ എന്ന് പറയുന്ന പല സാധനങ്ങളും നമ്മുടെ ഇതിനകത്തുണ്ട്. അത് ഒരു സാങ്കേതിക വിദ്യ ഒരു ജനതയ്ക്ക് അറിയുന്നത് അവർ അടുത്ത തലമുറയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിലവാരത്തിൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വെറുതെ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഇപ്പോൾ കേരളം ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ എറണാകുളം നഗരത്തിനകത്തേക്ക് അവിടെയുള്ള മുഴുവൻ മനുഷ്യരും കേരളത്തിലെ ഇപ്പം നമ്മൾ അറിയുന്ന മനുഷ്യർ മരിക്കുമ്പോൾ കാട്ടിലുണ്ടായിരിക്കുന്ന ആദിവാസികളായിരിക്കുന്ന ആൾക്കാർ അവർ ആ പ്രശ്നം കൊണ്ട് മരിക്കാതിരിക്കുകയും അവർ താഴേക്ക് വന്നാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെയും നോളജ് അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണെന്ന് ഒരിക്കലും അറിയാൻ പറ്റും. ഇപ്പം മനുഷ്യൻ വികസിച്ച് വന്നത് ഒരു തലമുറയിലുണ്ടായ അറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറി വികസിച്ച് വരുന്നതിൻ്റെ തുടർച്ചയ്ക്കകത്ത് മാത്രമേ അത് അറിയാനൊക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്കത് അറിഞ്ഞുകൂടാതായിട്ട് അത് ഇരിക്കും, അത്ഭുതമായിരിക്കും. അപ്പം ഈജിപ്തിലുണ്ടായിരുന്ന ജനതയ്ക്ക് അവർ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അറിവുണ്ട്. ആ അറിവ് ആ വിഭാഗം ജനതയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ പണ്ടേ തൊട്ടേ അറിവ് ഒരു കുടുംബത്തിലുള്ളവർ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയും അത് അവിടുത്തെ മക്കൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് മക്കൾ പെട്ടെന്ന് വണ്ടി ഇടിച്ച് ചത്തുപോകുകയോ അല്ലെന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ച് ചത്തുപോയാൽ ആ അറിവില്ലാതായി പോകുന്ന പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് അറിവുകളുണ്ട്. തുടർച്ചയാണ് മനുഷ്യനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തുടർച്ച ഉണ്ടാകാത്ത ഏത് സമൂഹവും ഒരു വലിയ മഹാമാരി വന്ന് ഇപ്പം സ്മാൾ പോക്സ് വന്ന് ഈജിപ്തിലുള്ള ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഒന്നിച്ചങ്ങ് മരിക്കുവാണെങ്കിൽ അതിന് ആ സയൻറ്റിസ്റ്റുകൾ മാത്രം മരിച്ചാൽ മതി, അല്ലാതെ ബാക്കി ഈജിപ്തുകാരവിടെ ഉണ്ടായിട്ടും കാര്യമില്ല. അത്രയും അത് മനസ്സിലാക്കേണ്ടത്. ആ അറിവിന് തുടർച്ചയുണ്ടാക്കുന്ന വിദ്യാഭ്യാസം കൊടുത്ത് തുടർച്ചയുണ്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതറിവും അപ്രാപ്യമായിട്ട് നിൽക്കും. അതിൻ്റെ പ്രോസസ്സിൽ മാത്രം അതിനെ തുടർച്ചയുള്ളൂ. അത് അവർ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് വളരെ കുറച്ച് സാധനങ്ങളാണ്. ഹീറോഗ്ലിഫിക്സാണ് ഉള്ളത്.
അത് തന്നെ റോസറ്റ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അതിൻ്റെ വായിക്കാനുള്ള ഇത് കിട്ടിയപ്പോഴാണ് അത് കുറച്ച് വായിക്കാനെങ്കിലും പറ്റിയത്. പക്ഷേ അതിനകത്ത് ഇതിലെ സാങ്കേതിക വിദ്യകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി അവരുടെ ചരിത്രത്തിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഭാഷ നമ്മൾക്ക് എന്താണ് ഇവിടുത്തെ ഭാഷ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഹൻജദാരോയിൽ അതവിടെ ഇരുന്ന് പോകും, അത് സ്റ്റക്കായിട്ടിരുന്ന് പോകും. അപ്പം അതിനകത്ത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള സാധ്യത കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ സങ്കീർണമായ ഒരു ഭാഷ പെട്ടെന്ന് വേറൊരാൾക്ക് എടുത്ത് വായിക്കാൻ കഴിയും. നമുക്കൊരു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാഷ ഡെസ്ഫർ ചെയ്തെടുക്കാൻ ഇത്രയ്ക്ക് പാടാണോ? പാറ്റേൺ റെക്കഗ്നിഷൻ ഒക്കെ വെച്ചിട്ട് AI എന്ന് പറയുന്ന ആകാശത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ അറിവിനകത്തിരിക്കുന്നവർ മാത്രമാണ് അതിനകത്തുള്ളത്. ഇത് നമ്മുടെ അറിവിനകത്തുനിന്ന് അവന് ചെയ്തെടുക്കാൻ പറ്റുന്ന വേരിയബിൾസ് ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ പുതിയതായി നമ്മളെപ്പോലെ ഇരുന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയാതിരിക്കുന്നിടത്തോളം കാലം AIക്കും കഴിയാതിരിക്കും. AI-യുടെ കഴിവെന്ന് പറയുന്നത് ലോകത്തുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നിച്ച് നമ്മൾ കൊണ്ടുവന്ന് അത് ഏകോപിപ്പിച്ച് നമുക്കൊരു കാര്യം പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ കഴിവ്. അല്ലാതെ അത് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ നോളജിക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് ഒരാൾ ആ മാസ്ക് ധരിച്ച് നടക്കുന്ന ഒരു രാജാവുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ആ നിലവാരത്തിലായിരിക്കും അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൃഷ്ണൻ കറുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നീല നിറത്തിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും മനുഷ്യർ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിഞ്ഞില്ല. കറുത്തതെന്ന് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് നീലിപ്പിച്ചതാണെന്നും നമുക്കിന്നറിയാം. അത് കാരണം കൊണ്ട് കറുത്ത മനുഷ്യരായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് റിച്വലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ ട്രൈബ്സും ചെയ്യും മാസ്ക്. എല്ലാ ട്രൈബിലും നോക്കിയാൽ മതി. അവരുടെ സെലിബ്രേഷൻ ഡേയിൽ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നിൽക്കുന്ന വേഷം കെട്ടി നിൽക്കുന്നവനാണ് അയാൾ പിന്നെ നടക്കുന്നത്. അങ്ങനെയാണ് അയാളുടെ വേഷം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വെറുതെ നോക്കിയാൽ ഇതിനകത്ത് ഇപ്പം ആ മാസ്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ മുടി കിട്ടുന്ന രീതി നമ്മുടെ നാട്ടിലെ വസ്ത്രങ്ങൾ നമ്മുടെ ഫാബ്രിക് കണ്ടോ ശരിയാണ്. ആ വസ്ത്രം എന്ന് പറയുന്നത് ഇത് ഈരിപ്പ് വള്ളി കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമായിരിക്കും. നമ്മുടെ ഇതിലെ ഹെമ്പില്ലേ ഹെമ്പിൻ്റെ സാധനമാകാനാണ് സാധ്യത കൂടുതൽ. നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ ഒരു മെത്തേഡ് ഓഫ് സംസ്കരിക്കലാണല്ലോ ഈ ഒരു പ്രോസസ്സ്. സംസ്കരിക്കലല്ലത്. അവര് രാജാക്കന്മാരെ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്ലാതെ വഴിയെ പോകുന്നവരെ ഒന്നും പിടിച്ച് മമ്മിയൊന്നും ആക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയണം. രാജാക്കന്മാരെ റിസർച്ച് ചെയ്യണം. അവർ മരിച്ചു പോകാതിരിക്കണമെന്നും ഇനിയും തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുന്ന രാജാക്കന്മാരുടെ ലോകത്താണ്. അങ്ങനെയാണ് അവരുടെ ശരീരം പ്രിസർവ് ചെയ്യാനായിട്ട് ആലോചിച്ചതിൻ്റെ യുക്തിക്കകത്താണ് അതെല്ലാം വന്നത്. അങ്ങനെ അത് അല്ലാതെ ഈജിപ്തിലുള്ള മുഴുവൻ പേർക്കും മമ്മിയായി ചെയ്താണ് അവർ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ എത്ര കണ്ടേനെ. അപ്പോൾ ഈ ആർട്ടൊക്കെ രാജാക്കന്മാർ ഇൻവോൾവ് ചെയ്ത ഓരോ കാര്യങ്ങളുടെ ഒരു ഡെപ്പിക്റ്റേഷൻ കഴിവനുസരിച്ചിട്ടായിരിക്കും ഓരോന്നും ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ മരിച്ചു പോകുമ്പോൾ അവർക്ക് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി മരണാനന്തര ജീവിതത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിനനുസരിച്ചിട്ട് യാത്രയ്ക്ക് പോകുന്ന യുക്തിക്കകത്താണ് ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അതിനകത്ത് വെക്കുക. എന്തിനാണ് പുരുഷന്മാരായിരുന്നെങ്കിൽ ഭാര്യമാരെ കൂടെ അതിനകത്ത് കൊന്ന് ചെയ്യുന്ന പണിയും കൂടെ ചെയ്യുമായിരുന്നു. അല്ലാതെ ഇവർക്കൊരു പുനർജന്മം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ജീവിച്ചത്. എന്തെങ്കിലും ഒരു മാജിക്കൽ ആയിട്ട് ഒരു നമ്മുടെ ഇപ്പോഴും ഈ നാട്ടിലുള്ള മണ്ടന്മാരായ മനുഷ്യന്മാരെ എന്താണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ലെനിൻ്റെ സൂക്ഷിച്ചിരിക്കുന്നുള്ളത് സത്യമാണ്. അതായത് കൊണ്ട് മമ്മി ഇത് വെച്ചിട്ടുണ്ട്.